ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സിമ്പിൾ സേമിയ പുഡിങ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് പാലെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ml ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ഡ്രോപ്പ് റോസ് എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഓവന് നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിടാം. അതിനുശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സ്മോൾ ബൗൾ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ തിളച്ച പാലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സേമിയ ഇട്ടിട്ട് ഈ ചൂട് പാലിലേക്ക് സേമിയ ഇട്ടതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് അതങ്ങനെ വെക്കുക. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ടയും പാലും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് പാലെടുത്തു. അതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണ് സിനമൺ പൗഡർ ഇട്ട് കൊടുത്തു. ഇവ മൂന്നും കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ പാലിലേക്ക് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് ഗീയ അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചേക്കണ സേമിയയും പാലും കൂടി മിക്സാക്കിയത്, സേമിയ പാല് മുട്ട ഇവ മൂന്നും കൂടി മിക്സാക്കിയത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ മാത്രം കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ലിക്വിഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ മിക്സ് ചെയ്തില്ലെങ്കിലും ഇത് നമ്മൾ ഓവനിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈ ചോക്ലേറ്റ് സിറപ്പ് എത്തിക്കോളും. അപ്പോൾ നമ്മൾ ഇത് മേലെ മാത്രം ഇത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാനിവിടെ കുറച്ച് ആൽമണ്ടാണ് പൊടിച്ചിട്ട് മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ടിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് റൈസിന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അതിനുശേഷം ഇത് ഓവനിൽ വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ ഇത് നമുക്ക് ചൂടോട് കൂടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുറത്തെടുത്തതിന് ശേഷം തണുപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം തണുപ്പിച്ച് യൂസ് ചെയ്യാം.